അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് സെല്ലോഫെയിൻ ഷീറ്റ്സിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ. ഒരുപാട് പേർക്ക് ഫ്രോസൺ ഷീറ്റ്സ് എന്താണ്, അത് ഫ്രീസറിൽ വെക്കുന്ന ഷീറ്റാണോ, നോർമൽ ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ മെറ്റാലിക് ഷീറ്റ് എന്താണെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. കമൻസൊക്കെ ഞാൻ കുറച്ച് കണ്ടിരുന്നു. പിന്നെ അതേപോലെ നമുക്ക് പേഴ്സണലായിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ്സ് വരുന്നത് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് ഫ്രോസൺ ഷീറ്റ്സ് ഉണ്ട്, പിന്നെ മെറ്റാലിക് ഷീറ്റ്സ് ഉണ്ട്, പിന്നെ ഡിസൈനർ ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രോസൺ ഷീറ്റ് എന്ന് പറഞ്ഞത് ഈ കാണുന്നത് ഫ്രോസൺ ഷീറ്റാണ് കേട്ടോ. അപ്പം ഈ ഫ്രോസൺ ഷീറ്റ്, മെറ്റാലിക് ഷീറ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു ലുക്ക് വെച്ചിട്ടാണ്, അത് ആ കാണാനുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫ്രോസൺ എന്ന് പറയുന്നത് ഒരു ഫ്രോസൺ ലുക്കാണ് ഈ ഫ്രോസൺ ഷീറ്റിന്. ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഫ്രോസൺ ലുക്കില്ലേ, ആ ഒരു ലുക്കാണ്. അതുകൊണ്ടാണ് അതിനെ ഫ്രോസൺ ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രോസൺ ഷീറ്റിൻ്റെ ഒരു ഭാഗം ആ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ലുക്കും, പിന്നെ ഒരു ഭാഗം ഇങ്ങനെ ഒരു കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ലുക്കുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കോൺ റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചിലർക്ക് ഡൗട്ടുണ്ട്, എങ്ങനെയാണിത് കോൺ റോൾ ചെയ്യുമ്പം ഈ ഗ്ലോസി ആയിട്ടുള്ള ഭാഗം പുറത്ത് വരണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ചെയ്യുമ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള ഭാഗം ഉള്ളിലോട്ടും, അതായത് അതിന് പുറത്തോട്ട് മറ്റേ ഗ്ലോസി ആയിട്ടുള്ള ഭാഗം വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറ്. എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷെ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. അതേപോലെ മെറ്റാലിക് ഷീറ്റ് ആകുമ്പോൾ മാറ്റ് മെറ്റാലിക്കാണ് വരുന്നത്. അപ്പം മെറ്റാലിക് എപ്പോഴും പ്ലെയിൻ കളറായിരിക്കും കേട്ടോ. ഇപ്പോൾ ദേ ഈ പിക്ചറിൽ കാണുന്ന നമ്മുടെ ഹെനാകോൺസ് ഇത് മെറ്റാലിക് വെച്ചിട്ടുണ്ടാക്കിയതാണ്, ആ ഗോൾഡൻ കളറ്. അതും ചെറിയൊരു ഗ്ലോസി, ശരിക്കും ചെറിയൊരു ഗ്ലോ പോലെ തോന്നും, പക്ഷെ ഭയങ്കരമായിട്ടില്ല. പൊതുവെ ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ്. രണ്ട് സൈഡും ഏകദേശം ഒരേപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് മെറ്റാലിക്കിൻ്റെ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന കോൺസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രോസൺ ഷീറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫ്രോസൺ ഷീറ്റ്സ് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് വെറൈറ്റി കുറേ ഡിസൈൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ഫ്രോസൺ ഷീറ്റ്സിലാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും വാങ്ങിക്കുന്നത് ഫ്രോസൺ ഷീറ്റ്സ് തന്നെയാണ്. മെറ്റാലിക്കും പോവാറുണ്ട് കേട്ടോ. മെറ്റാലിക്കും ഫ്രോസണുമാണ് മെയിനായിട്ട് പോവാറ്. പിന്നെ ഇപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്താണെന്ന് വെച്ചാൽ 35 മൈക്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഓർഗാനിക് ഹെന്നാകോൺസ് ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് തിക്നെസ്സാണ് ഈ ഫ്രോസണിനും മെറ്റാലിക്കിനും ഒക്കെ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോൺ റോൾ ചെയ്യാനും കോൺ സീലിങ്ങിനും ഒക്കെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും ഈ ഒരു ഫ്രോസൺ ഷീറ്റ്സൊക്കെ യൂസ് ചെയ്താൽ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് സെല്ല് ചെയ്യുന്നത് ഒരു വലിയ ഷീറ്റ്സ് വെച്ചിട്ടാണ്. ഇത് ബണ്ടിലായിട്ടും സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ബണ്ടിലെന്ന് പറയുമ്പോൾ ഒരു ബണ്ടിലിൽ 50 ഷീറ്റ്സ് ആയിരിക്കും വരുന്നത്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഷീറ്റിൽ ഏകദേശം ഒരു ഫ്രോസൺ ഷീറ്റ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 12 കോണ് ഉണ്ടാക്കാനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡിസൈനർ ഷീറ്റ്സ് സാധാ കുറച്ചും കൂടി തിക്നെസ് കുറവായിരിക്കും, ഒരു 28 മൈക്രോൺസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് നെയിൽ കോൺസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡിസൈനർ ഷീറ്റ്സ് അപ്പോൾ കുറച്ച് കട്ടി കുറവായിരിക്കും, പക്ഷേ നെയിൽ കോണിന് പെർഫെക്റ്റ് ആയിരിക്കും സീൽ ചെയ്യാനൊക്കെ നമുക്ക്. കാരണം നെയിൽ കോൺ കുറച്ച് നീളത്തിലായിട്ട് കുറച്ച് ചെറുതാണല്ലോ, നീളം ഉണ്ടായിട്ട് തിക്നെസ് കുറവാണല്ലോ നെയിൽ കോണിൻ്റെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 to 15 ഗ്രാമൊക്കെ അല്ലേ നിറയ്ക്കുള്ളൂ അതിനകത്ത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കോൺ റോൾ ചെയ്യാൻ പറ്റുന്നതും സീൽ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നെയിൽ കോണിന് നല്ലത് ഡിസൈനർ ഷീറ്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സെല്ലോഫെയിൻ ഷീറ്റ്സ്. നമുക്ക് പെരുന്നാളൊക്കെ ആയപ്പോൾ ഷീറ്റ്സൊക്കെ കഴിഞ്ഞായിരുന്നു, പക്ഷേ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം അയച്ചു തരാം കേട്ടോ.